ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ ഹൈസ. പായിപ്ര ഗ്രാമപഞ്ചായത്ത് അംഗം MC വിനയനെതിരെ BJP ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കോൺഗ്രസ്. BJP ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായ രേഖകൾ സഹിതം മറുപടി നൽകിയാണ് വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തത്. പായിപ്ര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ MC വിനയന്റെ ഭാര്യ അശ്വതി സോമന് ഭൂരഹിത ഭവനരഹിത പദ്ധതിയിൽ ലഭിച്ച വീട് നിർമ്മാണത്തിനെതിരെ BJP നടത്തുന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അപ്പം നിരന്തരം BJPക്കെതിരെയും വർഗീയതയ്ക്കെതിരെയും പോരാടുന്ന വിനയനെ ഒന്ന് ഒതുക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് വിനയനെതിരെ പടപ്പുറപ്പാടുമായി BJPയുടെ പ്രവർത്തകർ ഇറങ്ങിയിരിക്കുന്നത്. വിനയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 17 വർഷമായി വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. അപ്പോൾ അവർക്ക് ഒരു ഭവനം ലഭിക്കുന്നതിന് വേണ്ടി ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് അതിന് അപേക്ഷ കൊടുക്കുകയും ആ കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിൻ്റെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് BJPയുടെ പ്രവർത്തകർ ഈ വിനയനെതിരെ ഇപ്പോൾ ആക്ഷേപവുമായി ഇറങ്ങിയിരിക്കുന്നത്. SC വിഭാഗത്തിൽപ്പെട്ട വിനയന്റെ ഭാര്യ അശ്വതിക്ക് 5 സെന്റ് സ്ഥലം വാങ്ങുന്നതിന് 3,70,75,000 രൂപയും ലൈഫ് ഭവന പദ്ധതിയിൽ 4 ലക്ഷം രൂപയും 2022 ലഭ്യമായത് സർക്കാരിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. 5 സെന്റ് സ്ഥലം 75,000 രൂപയ്ക്ക് 5 സെന്റ് സ്ഥലം അശ്വതി സോമന്റെ പേരിൽ തൃക്കളത്തൂര് 21-ാം വാർഡിൽ അത് വാങ്ങുകയും 3.25 ലക്ഷം രൂപ നമുക്ക് താലൂക്ക് പട്ടികജാതി SC ഓഫീസിൽ നിന്നും അതിന് ധനസഹായം ലഭിക്കുകയും ചെയ്തു. ആ ധനസഹായം ലഭിച്ചത് 14/11/22 അശ്വതി സോമൻ്റെ പേരിൽ ആധാരം ചെയ്ത് വാങ്ങിയ 5 സെന്റ് സ്ഥലത്തിനാണ് ഈ 3.25 ലക്ഷം രൂപയുടെ ധനസഹായം ലഭിച്ചത്. അതിനുശേഷം 14/12/2022 അതായത് ഒരു മാസം കഴിഞ്ഞ് ഈ ആധാരത്തിൻ്റെ പോക്കുവരവുകളും എല്ലാം പൂർത്തിയാക്കി ആധാരത്തിന് കരംതീർത്ത രസീതും കൈവശ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അതെല്ലാം വാങ്ങി പഞ്ചായത്തിൽ പെർമിറ്റിന് അപേക്ഷ കൊടുത്ത് നിയമാനുസൃതമായി ഭൂരഹിത ഭവന പദ്ധതിയിൽ സ്ഥലം വാങ്ങുന്നവർക്ക് SCയുടെ ഭവന പദ്ധതിക്ക് ധനസഹായം ലഭിക്കും എന്നുള്ള അതിൽ അപേക്ഷ പഞ്ചായത്തിൽ കൊടുക്കുകയും അങ്ങനെ 14/12/2022 ഒരു മാസം കഴിഞ്ഞപ്പോൾ ഗ്രാമപഞ്ചായത്ത് VEOയുടെ അടുക്കൽ അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈഫിന് വീടിന് അനുവദിക്കുകയും ചെയ്തു. 2023 ലൈഫ് ഭവന പദ്ധതി പ്രകാരം 410 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മാണം പൂർത്തിയാക്കി. 2024 പഞ്ചായത്തിൽ നിന്ന് അവസാന ഗഡു പണവും കൈപ്പറ്റി. ലൈഫ് ഭവന പദ്ധതിയുടെ എല്ലാ മാനദണ്ഡങ്ങളും പൂർത്തിയാക്കിയ വീടിന് 950 സ്ക്വയർ ഫീറ്റ് കൂട്ടിച്ചേർക്കൽ നടത്തിയെന്നും അവർ പറയുന്നു. ഇതിനായി ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷ നൽകുകയും ഫീസ് അടച്ച് അനുമതി ലഭിക്കുകയും ചെയ്തു. കഴിഞ്ഞ 24 വർഷമായി വാടകയ്ക്ക് താമസിക്കുകയും കഴിഞ്ഞ 17 വർഷമായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന വിനയന്റെ വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ പാർട്ടി പ്രവർത്തകരുടെ സഹായവും ഉപയോഗപ്പെടുത്തി. ഇതോടൊപ്പം ബാങ്ക് ലോണും എടുത്താണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കുന്ന വിനയനെതിരെയുള്ള വ്യക്തിവൈരാഗ്യവും പൊതുസമൂഹത്തിൽ അപമാനിക്കുന്നതിനും വേണ്ടിയാണ് BJP അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ വീട് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ കാര്യത്തിലോ ഒന്നും യാതൊരുവിധ ക്രമവിരുദ്ധമായ പ്രവർത്തനവും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ SC ഓഫീസിൻ്റെ ഭാഗത്തും ഒന്നും ഉണ്ടാകാതെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് ലഭിക്കേണ്ട നീതി മാത്രമാണ് MC വിനയന് ഈ കാര്യത്തിൽ സർക്കാരിൽ നിന്നും അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്നുമെല്ലാം ലഭിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു മാറാടി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി, കോൺഗ്രസ് പായിപ്ര മണ്ഡലം പ്രസിഡന്റ് ഷാൻ പ്ലാക്കുടി, പായിപ്ര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MC വിനയൻ എന്നിവർ പങ്കെടുത്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.